ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാം, പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിയതിൻ്റെ വീഡിയോസ് ഇടാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു നോമ്പ് 10 കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. എനിക്ക് ഒന്നിനും ഒരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, എടുത്തു വെച്ചിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് കിടപ്പിലൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ ഷിക്കു ഈ വർഷം നാട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നാട്ടിലേക്ക് പോകാമെന്ന്. കാരണം നാട്ടിൽ വന്നിട്ട് ഡോക്ടറെ കാണിക്കേണ്ട, ഭയങ്കര അർജൻറ്റായിട്ട് ഡോക്ടറെ കാണിക്കേണ്ട സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ പറയുക, ടിക്കറ്റൊക്കെ പെരുന്നാളിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോകണതിൻ്റെ വീഡിയോ ആണിത്. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം ഉച്ചക്ക് 2:30 ഫ്ലൈറ്റ്. പക്ഷേ പോണ വഴിക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കാരണം ഓഫീസ് ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പോയപ്പോൾ ടാക്സിക്ക് പോയപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരു 3/4 മണിക്കൂറോളം ആയ ട്രാഫിക്കിൽ, 3/4 മണിക്കൂറല്ലാന്ന് തോന്നുന്നു, അതിന് കൂടുതലും ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ എയർപോർട്ടിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ എന്താ പറയുക, വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോണ്. അപ്പോൾ എന്താ പറയുക, അവിടെ വന്നിട്ട് പിന്നെ മെട്രോക്കൊക്കെയാണ് പോകേണ്ടത്. അങ്ങനെ അവിടെയൊക്കെ പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു ലോഞ്ചിൽ കയറാമെന്ന്. കാരണം ഞാൻ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല. ഷിക്കു ഇപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കയറാറുണ്ട്. അപ്പോൾ എനിക്ക് ആ സംഭവത്തിൽ കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആയിട്ട് മറ്റേ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടല്ല അത് കയറാം. പക്ഷേ എനിക്ക് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പോയി നോക്കി ഷിക്കുവിൻ്റെ അണ്ടറിൽ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിക്ക്. ഒരു മർഹബ എന്ന് പറഞ്ഞിട്ടുള്ള ലോഞ്ചിലാണ് പോയത്. എനിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്ന്, കാർഡ് ഉണ്ടെങ്കിലും എക്സ്ട്രാ എത്രയോ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ കയറി. പിന്നെ ഇതിയൊക്കെ സംഭവങ്ങളൊക്കെയാണ് എടുത്തത് ഞാൻ. മറ്റേ ഹോട്ട് ഡോഗും ബ്രെഡും പിന്നെ എന്തോ വെജ് കറിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാലത്തെ ഒരു ഫുഡ് എന്നുള്ള രീതിക്കായിരിക്കും ഇങ്ങനത്തതിന് കണ്ടത്. പിന്നെ ബർഗറിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഹോട്ട് ഡോഗ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ കുറേ അങ്ങനത്തെ ഒന്നുമില്ല, നോർമൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതൊരു ഒരു കോഫിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലത്തെ തോന്നി. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ബർഗറാണെങ്കിൽ പിന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, ചിക്കൻ്റെതായിരുന്നു. പക്ഷേ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിറിൻ്റെ അങ്ങനത്തെ സ്പ്രൈറ്റ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെസേർട്ട് സംഭവങ്ങളൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒരു മണിക്കൂറാണ് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഷിക്കുവിന് കോൾ വന്ന് അനൗൺസ് ചെയ്തിട്ട്, കാരണം ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ഫുഡ് കഴിച്ചിരുന്നതുകൊണ്ട് അതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ കോൾ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ചാടിപ്പടഞ്ഞ് വേഗം ബസ്സിലൊക്കെ കയറി ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഞങ്ങൾ പോണ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പൈസ് ജെറ്റാണ്. അപ്പോൾ അതിൽ പോകുമ്പോൾ ഫസ്റ്റ് മെട്രോ കയറണം. പിന്നെ മെട്രോ കയറി വന്ന വെയിറ്റിംഗ് ഏരിയയിലൊന്നും ഇരിക്കാനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ ബസ്സിൽ കയറിയിട്ട് നേരെ ഇവിടെ വന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. ഇച്ചൂസ് എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളായിട്ട് വരുന്നത് ഇപ്പോൾ ഒരുമിച്ച് സെക്കൻഡ് ടൈമാണ്. ആദ്യക്ക് വരുന്ന ടൈമിൽ ഇച്ചൂസിന് അത്ര ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് വലുതായല്ലോ. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, അവരായിട്ടൊരു പച്ചവെള്ളം കിട്ടി. അല്ലാണ്ട് വേറെ ഒരു ഫുഡും കാര്യങ്ങളൊന്നും അവർ അതിൽ പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നോർമൽ ഫ്ലൈറ്റ് പോലെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. ചൂസ് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ അവിടെ തള്ളി നീക്കിയിട്ട്
പിന്നെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു 6 മണി 6:30 ആയി. പിന്നെ ഞങ്ങൾ കാർ റെൻറ്റിന് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ കാറിൻ്റെ ആൾക്കാർ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ സൈനും കാര്യങ്ങളൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു കാറ് റെൻറ്റിന് എടുക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ചൂടുണ്ട്. അതിൻ്റെ പൊന്നോ, അൺസൈക്കബിൾ ചൂടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളതിലാണെങ്കിൽ വിറ്റെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഫോണും വർക്കിംഗ് അല്ല, ഞങ്ങളെ കയ്യിൽ പൈസയില്ല, ATM കാർഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പാസ്വേഡും അറിയില്ല. ഒരു വിധത്തിലൊക്കെയാണ് പെട്രോളൊക്കെ അടിച്ചത്. കുറേ പാസ്വേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് പെട്രോൾ അടിക്കാൻ തന്നെ കയറിയത്. പിന്നെ ഞങ്ങൾ ഇരിങ്ങാലക്കുട എത്തിയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വെച്ച്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മളിതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് സർപ്രൈസിങ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.